അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 8ാമത്തെ പാഠം അത്തഹിയ്യാത്തും സലാത്തും. മക്കളെ, നമ്മൾ നിസ്കാരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലെ രൂപങ്ങളും ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്ന ക്രമം പഠിച്ചു, ഫാത്തിഹ ഓതാൻ പഠിച്ചു, സൂറത്ത് ഓതാൻ പഠിച്ചു, റുക്കൂ ചെയ്യാൻ പഠിച്ചു, അതുപോലെ ഇഅ്തിദാല് പഠിച്ചു, സുജൂദ് പഠിച്ചു, സുജൂദിന്റെ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ പഠിച്ചു, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം പഠിച്ചു, തുമാനീനത്ത് പഠിച്ചു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അത്തഹിയ്യാത്തും അതിനുശേഷമുള്ള സലാത്തും ചൊല്ലി പഠിക്കാം. എല്ലാവരും പാഠപുസ്തകം എടുത്തു മറിച്ചു ഉസ്താദ് പറയുന്നത് കേട്ട് വായിക്കാം. പാഠം 8 അത്തഹിയ്യാത്തും സലാത്തും. നിസ്കാരത്തിലെ ഉസ്താദ് വായിച്ചതിന് ശേഷം കുട്ടികള് വായിക്കണേ, വിരല് വെച്ച് വായിക്കണം. നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയ്യാത്ത് ഓതുക. ഒന്നും കൂടി വായിക്കാം. എല്ലാവരും വരലൂക്കൂ, പാഠം തുറക്കൂ, പാഠത്തിലെ 23ാമത്തെ പേജ് മറിക്കൂ. ഉസ്താദ് വായിച്ച് കേട്ടതിന് ശേഷം കുട്ടികൾ വായിക്കാം. പാഠം 8 അത്തഹിയ്യാത്തും സലാത്തും. നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയ്യാത്ത് ഓതുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തഹിയ്യാത്ത് ഓതേണ്ട 2 സ്ഥലങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്നു കൊണ്ടാണ് അത്തഹിയ്യാത്ത് ഓതേണ്ടത്. അതിന് കൂടെ ഒന്നുകൂടി പറയാം. അത്തഹിയ്യാത്ത് ഓതേണ്ടത് എപ്പോഴൊക്കെയാണ്? നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്നു കൊണ്ടാണ് അത്തഹിയ്യാത്ത് ഓതേണ്ടത്. ഒന്നും കൂടി പറയൂ. നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്നു കൊണ്ട് അത്തഹിയ്യാത്ത് ഓതണം. അപ്പോൾ അത്തഹിയ്യാത്ത് ഓതേണ്ട 2 സമയങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തില്, പിന്നെ രണ്ടാമത്തത് അവസാനത്തെ റക്അത്തിലും. വിദ്യാർത്ഥികൾ ഒന്നുകൂടി പറയൂ. അത്തഹിയ്യാത്ത് ഓതേണ്ട 2 സ്ഥലങ്ങൾ എവിടെയാണ്? നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാന റക്അത്തിലും. ഇനി എങ്ങനെയാണ് അത്തഹിയ്യാത്ത് ഓതേണ്ടത്? ഇരുന്നു കൊണ്ടായിരിക്കണം. എപ്പോഴാണ് അത്തഹിയ്യാത്ത് ഓതേണ്ടത്? 2 സുജൂദുകൾക്ക് ശേഷം. ഈ കാര്യങ്ങൾ പഠിച്ചാൽ ഈ 2 വരിയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തഹിയ്യാത്ത് 2 സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. ഒന്ന് നിസ്കാരത്തിലെ രണ്ടാം റക്അത്തില്, മറ്റൊന്ന് അവസാനത്തെ റക്അത്തിലും. എങ്ങനെയാണ് അത്തഹിയ്യാത്ത് ഓതേണ്ടത്? ഇരുന്നു കൊണ്ടാണ് അത്തഹിയ്യാത്ത് ഓതേണ്ടത്. എപ്പോഴാണ് അത്തഹിയ്യാത്ത് ഓതേണ്ടത്? 2 സുജൂദുകൾക്ക് ശേഷം. ഇനി നമുക്ക് അത്തഹിയ്യാത്ത് വായിച്ചു പഠിക്കാം. എല്ലാവരും പാഠപുസ്തകത്തിൽ വരലു. അത്തഹിയ്യാത്ത് ചെയ്യേണ്ട 1ാമത്തെ അത്തഹിയ്യാത്തിന്റെ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രൂപം നോക്കിയിട്ട് ഉസ്താദന്മാര് ക്ലാസ്സിൽ വെച്ച് പഠിപ്പിച്ചു തരുന്ന രീതിയിൽ തന്നെ അത്തഹിയ്യാത്ത് ഇരുന്ന് പരിശീലിക്കാം. അത്തഹിയ്യാത്ത് വായിച്ചു പഠിക്കാം.
എല്ലാവരും കാണാതെ പഠിക്കണേ. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തുലില്ലാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി കുട്ടികള് ഉസ്താദ് ഓതി പറഞ്ഞതിന് ശേഷം എന്റെ കൂടെ പറയാം. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു ത്വയ്യിബാത്തുലില്ലാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി എല്ലാവരും ഉസ്താദിന്റെ കൂടെ പറയാം. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു ത്വയ്യിബാത്തുലില്ലാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി അടുത്ത പേജ് മറിക്കും എല്ലാവരും. ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും രണ്ടാമത്തേതിലെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും മേലിലും സലാത്ത് ചെല്ലേണ്ടതുണ്ട്. ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം കുട്ടികള് ഉസ്താദ് വായിച്ചു കഴിഞ്ഞിട്ട് വായിക്കണേ. ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം വായിക്കു കുട്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും രണ്ടാമത്തേതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും മേലിലും സലാത്ത് ചെല്ലേണ്ടതുണ്ട്. ഒന്നാമത്തെ അത്തിയത്തിന് ശേഷം ആരുടെ മേലിൽ സലാത്ത് ചെല്ലണം? നബിന്റെ മേലില്. രണ്ടാമത്തെ അത്തിയത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേലിൽ സലാത്ത് ചെല്ലണം. വിദ്യാർത്ഥികൾ പറയൂ, ഒന്നാമത്തെ അത്തിയത്തിന് ശേഷം ആരുടെ മേലിലെ സലാത്ത് ചെല്ലേണ്ടത്? നബിന്റെ പേരിൽ. രണ്ടാമത്തെ അത്തിയത്തിന് ശേഷം ആരാ പേരിലാണ് സലാത്ത് ചെല്ലേണ്ടത്? നബിയുടെയും കുടുംബത്തിന്റെയും മേലില് സലാത്ത് ചെല്ലണം. നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാലോ. ഒന്നാമത്തെ അത്തിയത്തിന് ശേഷം ആരുടെ മേലിൽ സലാത്ത് ചെല്ലണം? നബിന്റെ മേലിൽ. രണ്ടാമത്തെ അത്തിയത്തിന് ശേഷം ആരുടെ മേലിലെ സലാത്ത് ചെല്ലേണ്ടത്? നബിയുടെയും കുടുംബത്തിന്റെയും മേലിൽ. ഇനി നമുക്ക് സലാത്തിന്റെ പൂർണ്ണ രൂപം പഠിക്കാം. അവസാനത്തെ അതിലിരിക്കുന്ന രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഉസ്താദന്മാര് ചെയ്ത് കാണിച്ച് രീതിയിൽ നിസ്കരിക്കുമ്പോൾ ചെയ്ത് പരിശീലിക്കേണ്ടതാണ്. സലാത്തിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് വായിക്കാം. ഉസ്താദ് വായിച്ചതിന് ശേഷം കുട്ടികള് വായിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഒന്നും കൂടി വായിക്കുക കുട്ടികള്. ഉസ്താദ് വായിച്ചതിന് ശേഷം കേട്ട് വായിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ
وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇനി ഉസ്താദിന് കൂടെ വായിക്കാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വിദ്യാർത്ഥികൾ അത്തഹിയ്യാത്തും അതിനുശേഷമുള്ള സലാത്തിന്റെ പൂർണ്ണ രൂപം വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കണം. ഇനി ഉത്തരം പറയാം, ചോദ്യം ഉത്തരം നോക്കാം. അത്തഹിയ്യാത്ത് ഓതേണ്ടത് എപ്പോൾ? നമ്മൾ ഫസ്റ്റില് പഠിച്ചു, നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയ്യാത്ത് ഓതണം. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ സലാത്ത് ചൊല്ലേണ്ടത് എപ്പോൾ? രണ്ടാമത്തെ അത്തഹിയ്യാത്തിന് ശേഷം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇനി പൂർത്തിയാക്കാം. സലാത്തിന്റെ പൂർണ്ണ രൂപം കുട്ടികള് ഇവിടെ പൂർത്തിയായിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് എഴുതുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. രക്ഷിതാവിന് ചൊല്ലിക്കേൾപ്പിക്കാം. അത്തഹിയ്യാത്ത് എല്ലാവരും രക്ഷിതാക്കൾക്ക് പഠിച്ചിട്ട് കാണാതെ ചൊല്ലിക്കൊടുക്കുക. അതുപോലെ സലാത്തും എല്ലാവരും രക്ഷിതാക്കൾക്ക് ചൊല്ലിക്കൊടുക്കുക. ഗ്രൂപ്പില് ജോയിൻ ചെയ്തവര് ഗ്രൂപ്പില് പഠിച്ചതിന് ശേഷം ഗ്രൂപ്പില് വോയിസ് അയക്കാം. പിന്നെ ഗ്രൂപ്പിൽ ചേരാത്തവര് നിങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നത്, അതിൽ ജോയിൻ ചെയ്യാം. അള്ളാഹു നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.